ഉറുമിയെടുത്ത് വീശുമ്പം മറ്റേ സാധനം ഒന്ന് ഷാജി പാപ്പൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ തലയിലേക്ക് വീഴുമ്പോഴാണ് അവർക്കൊരു ആശ്വാസം. ആട് സെറ്റിലെ മിസ്റ്റർ കൗണ്ടർമാൻ ആരാണ്? ജയൻ ഓഫ് കോഴ്സ്. ജയന്റെ ഒക്കെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല, ബിക്കോസ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട്. ചേട്ടന് വേറെ പേരുള്ള നിങ്ങൾക്ക് അറിയാം, ഷൈജേട്ടൻ ക്ലാഷ് സ്റ്റാർ എന്നാണ് ഞങ്ങളെ കളിക്കുന്നത്. മറ്റേ റിയാക്ഷൻ ഉണ്ട് പക്ഷെ അത് ആരാ പറഞ്ഞ അന്ന് അങ്ങനത്തെ ഒരു റിയാക്ഷൻ ഇടാൻ? കസിൻ ഉണ്ട്, സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ എന്നോട് വിചാരം സുഖമാണോ ഞാൻ എന്തോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു കമന്റ് വന്നതാണ്, ഇതിന്റെ ഒരു രണ്ടാം ഭാഗം ആലോചിച്ചുകൂടെ? അതൊരു നല്ല ഐഡിയ ആണല്ലോ, നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ മിഥുനായിട്ട് സംസാരിച്ചപ്പോൾ മിഥുനും റെഡി. ഫേസ്ബുക്ക് കമന്റ് ശരിക്കും ഫേസ്ബുക്ക് കമന്റിൽ നിന്നാണ് എനിക്ക് ഐഡിയ കിട്ടുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ആടത്രിയുടെ ഒരു കാര്യം അറിയില്ല, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, പുതുതായിട്ടൊന്നും പറയാനില്ല. അപ്പൊ ഞാൻ ആടിന്റെ ഭാഗമാണ്, അപ്പൊ എനിക്ക് ഇത്രയും വിവരം ഇല്ലെന്നുള്ളത് ആൾക്കാർ അറിയേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ് ടൈം ട്രാവൽ ആണ്. അപ്പൊ ഞാൻ പറയും വിസ്കിയുടെ കൂടാണ്. ഓഡിയൻസ് ഒരേപോലെ പറഞ്ഞത് ഷാജി പാപ്പന്റെ ലാസ്റ്റ് ഒരു ഇടി വേണമായിരുന്നു. അപ്പൊ ഷാജി പാപ്പൻ ഇടിക്കേണ്ടി വന്നത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടിക്കാനുള്ള ചാൻസ് കിട്ടി. ത്രീയില് പറയാൻ പറ്റില്ല. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. മാർച്ച് 19 വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്, കാരണം ആട് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് ദ വിന്നേഴ്സ് ക്ലബ് പോത്തുമുക്കിൻ്റെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. സൈജേട്ടൻ, ഭഗത്, ഫുക്രു ആൻഡ് ഉണ്ണി. സോ 4 പേർക്കും വെൽക്കം. ഈ ശരിക്കും ആടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മലയാള സിനിമയുടെ ഒരു ഭയങ്കര ചരിത്രമുള്ളൊരു സിനിമയാണ്. കാരണം ആദ്യത്തെ ഭാഗം തിയേറ്ററിൽ വർക്കാവുന്നില്ല, അതിന് ടൊറന്റിൽ കുറേ ഫാൻസ് ഉണ്ടാവുന്നു, രണ്ടാം ഭാഗം വരുന്നു, അത് ഹിറ്റാവുന്നു, മൂന്നാം ഭാഗം വരുന്നു. ശരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ലെഗസിയുടെ ഒക്കെ ഭാഗമാണ് നിങ്ങൾ എന്നുള്ളത്? ഇപ്പം ആലോചിക്കാറുണ്ടല്ലേ? ഇപ്പം അങ്ങനെ ആലോചിക്കാറുണ്ട്. ആക്ച്വലി ഇതിന്റെ മൂന്നാം ഭാഗം വരെയൊക്കെ എത്തുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഫസ്റ്റ് ആഡ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ആഡ് ഭയങ്കര വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചിരുന്നത്. അപ്പോഴും ബ്ലോക്ക് ബസ്റ്റർ ആവും, പക്ഷേ എൻ്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും, മൂന്നാം ഭാഗം ഉണ്ടാവും എന്നൊന്നും അപ്പോഴും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് ഇൻ തിയേറ്റേഴ്സ്. പക്ഷേ ടൊറന്റിലും അല്ലെങ്കിൽ ഓൺലൈൻ എല്ലാം ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുകയും ആ സമയത്താണ് തോന്നുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസ് വീഡിയോ DVDs ഒക്കെ തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്ന 3000 CDs എത്ര കണക്ക് പറയാറുണ്ട്, അത്ര അടിച്ചുള്ളായിരുന്നു. പക്ഷെ അത് 1-2 ദിവസം കൊണ്ട് തന്നെ വിറ്റുപോയി. അപ്പോൾ പിന്നെ അവർ കൂടുതൽ അടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാകാൻ തുടങ്ങി. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരം ഉണ്ടായി. അതെ. അതിൻ്റെ അകത്തൊരു പ്രാവശ്യം ഞാൻ എന്തോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു കമൻറ്റ് വന്നതാണ്, ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം ആലോചിച്ചുകൂടെ എന്ന്. അപ്പം അങ്ങനെയാണ്, അത് കണ്ടിട്ടാണ് ഞാൻ ആദ്യം വിജയെ വിളിക്കുന്നത്. അപ്പം വിജയ് പറഞ്ഞു അതൊരു നല്ല ഐഡിയ ആണല്ലോ, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഒന്ന് മിഥുനായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ മിഥുനായിട്ട് സംസാരിച്ചപ്പോൾ മിഥുനും റെഡി. അപ്പം അങ്ങനെയാണ് പിന്നെ മിഥുൻ അത് എഴുതാൻ തുടങ്ങിയത്. ഫേസ്ബുക്ക് കമന്റിൽ നിന്നാണ് എനിക്ക് ഐഡിയ കിട്ടുന്നത്. അതായത് രണ്ടാം ഭാഗം വന്നാൽ നല്ലതായിരിക്കുമല്ലോ. വെച്ചാൽ ഓൾറെഡി ക്യാരക്ടേഴ്സൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ 1-2 കാര്യങ്ങൾ ഓഡിയൻസ് ഒരേപോലെ പറഞ്ഞത് ഷാജി പാപ്പന്റെ ലാസ്റ്റ് ഒരു ഇടി വേണമായിരുന്നു. അപ്പം നമ്മൾ ആക്ച്വലി ഞങ്ങളുടെ ഗ്യാങ് ആ മഴയത്ത് ഇങ്ങനെ ഓടി വരുന്നു, അവിടുന്ന് ഡ്യൂഡിന്റെ ഗ്യാങ് വരുന്നു, അവിടെ പിന്നെ ഡാർക്ക് ആവുകയാണ്, ബ്ലാങ്ക് ആവുകയാണ് സ്ക്രീൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടി കഴിഞ്ഞ പോലെയാണ്. അപ്പം പക്ഷെ അത് വേണമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതെ. അപ്പം അത് സെക്കൻഡ് പാർട്ടിൽ ആ രീതിയിലാണ് പിന്നെ സ്ക്രിപ്റ്റ് പോകുന്നത്. അതായത് ഷാജി പാപ്പൻ ഇടിക്കണമെന്ന് അത്രയും ഓഡിയൻസിന് ഫീൽ ചെയ്തു. അപ്പോൾ ഷാജി പാപ്പൻ ഇടിക്കേണ്ടി വന്നാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടിക്കാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇടിച്ചു. ത്രീയില് പറയാൻ പറ്റില്ല. 3ന്റെ കാര്യങ്ങളൊക്കെ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ 2 ടൈം ലൈൻ അല്ലെങ്കിൽ 3 ടൈം ലൈനിൽ പറയുന്നൊരു കഥയാണ്. അബദ്ധത്തിൽ ഞാൻ ഈ ആടിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതിന് മുമ്പേ ഇത് അനൗൺസ് ചെയ്തായിരുന്നില്ല, ആട് 3 നമ്മൾ ചെയ്യാൻ പോവാന്ന്. ആ സമയത്ത് എൻ്റെ പല സിനിമകളും റിലീസാകുന്ന സമയമായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ചെന്നിരിക്കുമ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ സിനിമയെ പറ്റി ചോദിച്ചതിന് ശേഷം എല്ലാവരും ഒരേപോലെ ആട് 3യുടെ വിശേഷങ്ങൾ പറയും. അപ്പോൾ എനിക്കാണെങ്കിൽ ആട് 3യുടെ ഒരു കാര്യം അറിയില്ല, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആരോ എവിടെയോ ഇങ്ങനെ പറഞ്ഞു കേട്ടു ടൈം ട്രാവലാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പുതുതായിട്ടൊന്നും പറയാനില്ല, അപ്പം ഞാൻ ആടിൻ്റെ ഭാഗമാണ്, അപ്പോൾ എനിക്ക് ഇത്രയും വിവരം ഇല്ലെന്നുള്ളത് ആൾക്കാർ അറിയേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ് ടൈം ട്രാവലാണ്. ഇത് എല്ലാവരും കൂടെ അതിലേക്ക് കയറി പിടിച്ചു.
അപ്പോൾ എന്നോട് വിജയും മിഥുനും ഒക്കെ പറഞ്ഞ് എന്തിനാണ് ഇത് ടൈം ട്രാവൽ എന്നൊക്കെ പറയാൻ പോയത്, ടൈം ട്രാവൽ അല്ല. അപ്പം ഞാൻ പറഞ്ഞല്ല, എനിക്ക് അങ്ങനെ ആരോ പറഞ്ഞു, നിങ്ങളാരുമാണ് പറഞ്ഞത്, ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം എങ്ങനെ എവിടുന്നോ കേട്ടതാണ്, അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ 19 ഇപ്പോൾ അടുത്തല്ല, 19 തന്നെ നമുക്കറിയാം ഇത് ടൈം ട്രാവൽ ആണോ അതോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് എന്നുള്ളത്. നമ്മുടെ ട്രെയിലർ ഇപ്പം കാണുമ്പോൾ തുടക്കത്തിൽ ഇതൊരു പീരിയോഡിക് മൂവി എന്ന് നാച്ചുറലി ഫീൽ ചെയ്യും. പക്ഷെ ഇതൊരു സീരിയസ് മൂവിയാണോ നമുക്ക് തോന്നുന്നു. അതെല്ലാരും പറയും. ട്രെയിലറിന്റെ ആദ്യത്തെ കുറച്ച് ഡയലോഗ് കേട്ടപ്പോ ഞാൻ ഇത് ഞങ്ങളെ ആടാണോ എന്ന് വെച്ചപ്പോ ഉറുമി പൊക്കി മുകളിലേക്ക് കൊണ്ടോളോ എന്നപ്പോ ആശ്വാസമായി എന്നാണ് എല്ലാരും പറഞ്ഞത്. അതെ, അപ്പോൾ ഞാൻ ട്രെയിലർ റിയാക്ഷൻസ് ടച്ചിനിടുന്ന് ഞാൻ മോസ്റ്റ്ലി എല്ലാം കണ്ടു. അതിൻ്റെ അകത്ത് പല ലാംഗ്വേജസിലും, ഇപ്പം ഇംഗ്ലീഷിൽ ഫോറിനേഴ്സൊക്കെ നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഹിന്ദിയിലുണ്ട്, പഞ്ചാബിയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം ആട് 1ഉം 2നെ പറ്റി ധാരണയുള്ള ആൾക്കാർ, ഇപ്പോൾ ഹിന്ദിയിലായാലും ഫോറിനേഴ്സിന് എനിക്ക് തോന്നുന്ന അത്രയും ധാരണയില്ല. അവർ ഈ ഒരു പർട്ടിക്കുലർ ട്രെയിലർ മാത്രമാണ് കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നു, സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നൊക്കെ ഒരു ധാരണ ഉണ്ടോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല. പക്ഷെ മലയാളികൾ ചെയ്തിരിക്കുന്ന ട്രെയിലർ റിയാക്ഷനിലെല്ലാം ആ ഉറുമിയെടുത്ത് വീശുമ്പം മറ്റേ സാധനം വന്ന് ഷാജി പാപ്പൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ തലയിലേക്ക് വീഴുമ്പോഴാണ് അവർക്കൊരു ആശ്വാസമാകുന്നത്. ആ ട്രെയിലർ റിയാക്ഷനിൽ കറക്റ്റ് ആ പോയിന്റിനെ കുറിച്ച് ഇപ്പൊ സമാധാനമായി എന്നുള്ളൊരു സാധനം. അല്ലെങ്കിൽ ഇത് സീരിയസ്, ഒരു ടൈം ലൈൻ സീരിയസും മറ്റേ ഞങ്ങളുടെ പ്രസന്റിലുള്ള ഞങ്ങളുടെ ക്യാരക്ടേഴ്സൊക്കെ കോമഡിയാണെന്നുള്ളൊരു ഫീല് ട്രെയിലറിന്റെ തുടക്കത്തിൽ കിട്ടുമായിരുന്നു. പക്ഷേ കറക്റ്റാണ്, നമ്മുടെ പ്രസന്റ് ടൈം ലൈനിൽ ഞങ്ങളിപ്പോൾ ഷാജി പാപ്പനായാലും സർവ ഷമീർ, ഡ്യൂഡ്, ഇവരുടെയൊക്കെ ഹ്യൂമറാണല്ലോ നാച്ചുറലി ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഇവർ ചെയ്തിരിക്കുന്ന മറ്റേ ടൈം ലൈനിലെ ക്യാരക്ടേഴ്സും ഒക്കെ ഹ്യൂമറാണ്, സിറ്റുവേഷൻസും ഹ്യൂമറാണ്. സോ ഒരിക്കലും ഇതൊരു സീരിയസ് സിനിമ അല്ല. ഇത് ഓഡിയൻസിന് എന്ത് വേണം അത് തന്നെയാണ് നമ്മൾ എന്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഫുക്രിനോട് വയ്ക്കാം, ഔട്ട്സൈഡറായിട്ട് ആട് കണ്ട ആളാണല്ലോ, ഇൻസൈഡറായിട്ട് എങ്ങനെയുണ്ട്? ഇൻസൈഡറായിട്ട് അടിപൊളി, ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാനിപ്പോൾ ഒരു വേറൊരു ഫാന്റസി വേൾഡിൽ ചെന്ന ഒരു ഫീലിലാണ് ഇപ്പോഴും ഉള്ളത്. അതാണ് ഇപ്പോൾ സിനിമയെ പറ്റി ആധികാരികമായിട്ട് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. തേർഡ് പാർട്ടിന്റെ ഷൂട്ടിങ്ങിനെയൊക്കെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള വുമൻസിനെയൊക്കെ പറ്റി എനിക്ക് പറയാനുള്ളൂ. ഉണ്ണിബ്രോ, ഫിജിറ്റ് സ്പിന്നർ ഉണ്ടായിരുന്നു പാർട്ട് 2 ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്താ ഉണ്ടല്ലോ? ഈ പ്രാവശ്യം നമുക്ക് ഫിജിറ്റ് സ്പിന്നർ ആദ്യത്തെ 2 ദിവസം ഉണ്ടായിരുന്നു. ഇല്ല, നമുക്ക് പറ്റാന്നിടത്തൊക്കെ ഫിജിറ്റ് സ്പിന്നർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ ഫിജിറ്റ് സ്പിന്നറിന്റെ ഐഡിയ ആരാ തന്നെ? ജേട്ടനാ തന്നെ. ജേട്ടൻ പറയടാ എന്തെങ്കിലും ഒരു സാധനം ചുമ്മാ നിന്റെ കയ്യിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വർക്കൗട്ട് ആവുന്ന പറഞ്ഞുകൊണ്ട് 2ന്റെ സമയത്ത് ജേട്ടൻ തന്ന സജഷൻ ആയിരുന്നു. അപ്പം മിഞ്ചനോട് പറഞ്ഞു, മിഞ്ചൻ പറഞ്ഞു ഇരിക്കട്ടെ കൊണ്ടുപോകൂ. 2 എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് ഏതൊരു സീനിൽ ഒരു ഡോൾഫിന്റെ പാവയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഞാൻ. അതേതോ 2 സീനിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്രാവശ്യം ഫിജിറ്റ് സ്പിന്നർ വന്നിട്ടില്ല, ഞാൻ കൊണ്ടുവന്നുണ്ട്. മറ്റേ റിയാക്ഷൻ ഉണ്ടോ ഇപ്രാവശ്യം? അത്യാവശ്യ സ്ഥലങ്ങളിൽ ആരാ പറഞ്ഞ അന്ന് അങ്ങനത്തെ ഒരു റിയാക്ഷൻ ഇടാൻ? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ ഉണ്ട്, കാരണം ഈ ചെറുപ്പം തൊട്ട് പുള്ളിക്ക് ജലദോഷത്തെ മനുഷ്യനാണ്. അപ്പോൾ പുള്ളി പ്രായമായി കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ ആ ശീലം മാറില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ പുള്ളിക്ക് അയാളെ അതിലേക്ക് എന്നോട് വിശേഷം സുഖമാണോ അത് ഞാൻ കോപ്പി ചെയ്തതാണ്. ശരിക്ക് സൈൻ ചേട്ടന്റെ ഏറ്റവും ആദ്യ കാലങ്ങളിൽ വന്ന ത്രൂ ഔട്ട് കോമഡി റോളുകളൊന്നാണല്ലോ അറക്കലബു. ശരിക്കും അറക്കലബു കോമഡി ആയിട്ട് അല്ല ഒന്നും ചെയ്യണേ. അറക്കലബു ശരിക്കും ഭയങ്കര മാസമായിട്ടാണല്ലോ ചെയ്യണേ. ഇതിന്റെ ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻ ഈ ഫസ്റ്റ് നറേഷൻ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നു. ആട് 1ന്റെ കോൺട്രഡിക്ഷൻ സീരിയസ് ആയിട്ട് ആളുകൾക്കാണല്ലോ ഹ്യൂമർ. അല്ല അജിൻ, നമ്മളിപ്പോൾ നോക്കിയാൽ മിക്കവാറും സിനിമകളിൽ ഹ്യൂമർ വർക്കൗട്ട് ആകുന്നത് ഈ ക്യാരക്ടേഴ്സ് സീരിയസ് ആണ്, സിറ്റുവേഷൻസ് ആണ് അത് ഹ്യൂമർ ആക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ, ഹ്യൂമർ സിറ്റുവേഷനിൽ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് അതിപ്പം സൈജു ഗ്രൂപ്പ് അല്ല, വേറൊരു ആക്ടർ പറഞ്ഞാലും അത് ഏക്കും. ഇപ്പം നമ്മൾ ഏത് സിനിമകൾ വേണമെങ്കിലും എടുത്തോളാം, ആരും ഹ്യൂമറിന് വേണ്ടി ചെയ്യുന്നില്ല. പിന്നെ വളരെ അപൂർവമായിട്ട് സ്ലാപ്സ്റ്റിക് സിനിമകളിൽ നമ്മളിപ്പം ഒരു ചെളിയിൽ വീഴുന്നു, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് മാത്രം എക്സെപ്ഷനലാണ്. പക്ഷെ ബാക്കിയുള്ള മെജോറിറ്റി സിനിമകളിൽ ഹ്യൂമർ സിറ്റുവേഷൻസ് ആണ് ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ട് ഹ്യൂമറസ് ആക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഞെട്ടൽ ഫീൽ ചെയ്തില്ല. എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ആടിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാൻ കുറച്ച് ബോധേഡ് ആയിരുന്നു. കാരണം എനിക്കായിരുന്നു ഏറ്റവും കുറവ് ഡയലോഗ്സ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഡയലോഗ് ഇല്ലാത്ത, ഇനിയിപ്പം ഊമയാണെങ്കിലും ഓക്കെ, ആ ക്യാരക്ടർ ഊമയാണെങ്കിൽ, പക്ഷെ അല്ലെങ്കിൽ ഡയലോഗ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ആസ് ആക്ടേഴ്സ് അയ്യോ ഡയലോഗ് ഇല്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടാവും. ഫസ്റ്റ് ആടിൽ മിഥുൻ ആയിട്ട് ഫോണിൽ സംസാരിച്ച മിഥുൻ പറഞ്ഞൊരു ഉഗ്രൻ ക്യാരക്ടറാണ്, അറക്കലബു എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ മിഥുനെ കാണാൻ വേണ്ടി പോയി. അന്ന് മിഥുനും സാജിദ് യാഹിയും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്.
അവിടെ ചെന്നപ്പോൾ സാജിദും ഉണ്ട്. അപ്പം ഞാൻ ഇത് വായിച്ചു. അപ്പം എല്ലാ സീനിലും 1 ലൈൻ ഡയലോഗുള്ളൂ എനിക്ക്. ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം ഡയലോഗ്സ് പറയുന്നുണ്ട്, എനിക്കില്ല. അപ്പം ഞാൻ ഓർത്തത് ദൈവം ഇത്. അപ്പം നമുക്ക് അറക്കലബിന്റെ ഇൻട്രോ ഇങ്ങനെയായിരിക്കും, BGM ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇതൊന്നും എനിക്കറിയില്ല. അതൊന്നും ഇതും പറഞ്ഞിട്ടില്ല എന്നോട്. പക്ഷെ പിന്നെ ഞാൻ ഓർത്ത് നമുക്ക് ചാൻസ് ആണല്ലോ ആവശ്യം. അപ്പം ഞാൻ ചാൻസ് ചോദിച്ചതാണ്, എനിക്ക് അവർ ചാൻസ് തരുന്നു. അപ്പോൾ പിന്നെ ഡയലോഗ് കുറവാന്നും പറഞ്ഞുകൊണ്ട് ഞാനത് റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റിജക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എൻ്റെ കയ്യിലില്ല. എന്ന് വെച്ചാൽ വേറെ പടം ഉണ്ടെങ്കിലല്ലേ ഇത് നമ്മൾ റിജക്ട് ചെയ്യണ്ടു. വേറെ പടങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഏറ്റവും ആദ്യം എടുത്ത ഷോട്ട് ഞാൻ ഈ ബിവറേജിൽ നിന്ന് കുപ്പി മേടിച്ചുകൊണ്ട് വരുന്നത്, എന്നിട്ട് ഈ വാക്കത്തി വെച്ചിട്ട് ഞാനിങ്ങനെ പുറകെ ചൊറിഞ്ഞുകൊണ്ട് വരുന്നത്. പുറകെ ചൊറിയുന്നത് ജയൻ്റെ ഐഡിയ ആയിരുന്നു, അങ്ങനെ ചെയ്യാൻ വേണ്ടി പുള്ളിയാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇങ്ങനെ സ്ലോ മോഷനിലാണ് അവരെടുത്തത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇത്, എന്നിട്ട് പിന്നെ ഞാൻ വണ്ടി കയറുന്നു. ഇത് ഞാൻ ഷോട്ട് കാണുവാണ്. അപ്പം ഞാൻ ഓർത്തൊരു 10 ഡയലോഗ് പറയുന്നതിനേക്കാളും നല്ലതാണല്ലോ ഇങ്ങനത്തെ ഷോട്ട്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്കൊരു ഭയങ്കര സമാധാനമായി. അപ്പം പിന്നെയുള്ള ദിവസങ്ങളിൽ എനിക്ക് ആ ഒരു ബോധറേഷനിലായിരുന്നു ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉള്ള ബോധറേഷൻ. പിന്നെ ഇത് എടുത്തു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അറക്കലബിന്റെ ഡയലോഗ്സ് ഭയങ്കര പഞ്ചാണ്. അയാൾ ഒരു ലൈനിലൊരു കാര്യം പറയും. അതായത് ഇപ്പം ബ്രാൻഡി കുപ്പി സൂക്ഷിച്ചു പിടിച്ചോ, അല്ലെങ്കിൽ പിന്നെ അവസാനം സോഡയും മറ്റേ മട്ടൻ കറിയും കൂട്ടി സോഡ അടിക്കേണ്ടി വരും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര പഞ്ച് ഡയലോഗ്സ് ആണ്. പിന്നെ ഇംപ്രവൈസേഷൻ ഒരുപാടുണ്ടായി. ചില സീൻസിൽ എനിക്ക് ഡയലോഗ്സ് ഇല്ലാത്ത സീൻസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ മിഥുൻ്റെയും ജയൻ്റെയും അല്ലെങ്കിൽ വിജയബാബുൻ്റെയും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ എൻ്റെ ഡയലോഗ്സിലുണ്ട്. ആട്ടിൻകാട്ടത്തിന് പിന്നെ ഔലൂസിനോട് രുചി ഉണ്ടാവില്ലല്ലോ ഷാജിയേട്ട എന്നുള്ള സാധനം, അല്ലെങ്കിൽ ഷാജിയേട്ട ഇവിടെ അങ്ങ്. അതിൻ്റെ അകത്ത് ആകെ ഒരു ഡയലോഗ് ആ സീനിൽ ബാർബർക്യൂ എന്ന് ഞാൻ പറയുന്നു. ബാർബക്യൂവിന് പകരം ബാർബർക്യൂ എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതും കൂടെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ആ ക്യാരക്ടറിനൊരു ഒരു അപ്ലിഫ്റ്റ് കിട്ടി. സോ ഇതായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ. പിന്നെ സെക്കൻഡ് ആഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡയലോഗ്സ് ഉണ്ട്, പക്ഷെ എല്ലാം സീരിയസ് ഡയലോഗ്സ് ആണ്. അപ്പോൾ അതെന്നെ ബോധർ ചെയ്യാൻ തുടങ്ങി. ആടിൽ ഞാൻ 3 പാർട്ടിൽ എനിക്ക് ബോധറേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ വന്നപ്പോഴത്തേക്കുള്ള ബോധറേഷൻ കുതിര സവാരിയാണ്. പഠിക്കാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ പോയി അവിടെ 2 ആഴ്ച ഒന്ന് വിചാരിച്ചാണ് പോയത്. അപ്പം ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നെ അങ്ങോട്ട് അയക്കുവാണ് അവരുടെ ചെലവിൽ. അപ്പോൾ ആദ്യം മറ്റേ ഗിനി പിഗിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ, അതുപോലെ ഒരാളെ അങ്ങ് അയക്കുവാണ്. ഇവൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടി. എന്നിട്ടാണ് ബാക്കിയുള്ളവരെയൊക്കെ അയക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നവർ. ഞാനവിടെ ചെന്നു. അപ്പോൾ അവിടെ അമിത് മൈനി എന്ന് പറഞ്ഞ അദ്ദേഹം എക്സ് നേവിയാന്ന് തോന്നുന്നു. അദ്ദേഹമാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അവിടെ കുറേ കുതിരകളുണ്ട്. അതായത് ഈ കുതിര ഓണേഴ്സ് ചിലരൊക്കെ പുറത്താണ്. അപ്പോൾ അവര് ഈ സ്റ്റേബിളിൽ കൊണ്ട് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഒരു ഹോസ്റ്റൽ പോലെയാണ് കുതിരകളുടെ. അപ്പോൾ അവിടെ തന്നെ 2 കോട്ടേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കോട്ടേജിൽ എനിക്ക് അക്കോമഡേഷൻ. ഫസ്റ്റ് ഡേ തുടങ്ങി നമ്മൾ കുതിരപ്പുറത്ത് കയറി. അപ്പോൾ കുതിര ഞാൻ സവാരി ചെയ്തിട്ടുണ്ട്. പഴശ്ശിരാജയിൽ പണ്ട് പഴശ്ശിരാജയ്ക്ക് വേണ്ടി ഞാൻ കുതിര സവാരി ചെയ്തിട്ടുണ്ട്. അപ്പം അന്നും പഠിക്കാനൊന്നും പറ്റിയില്ല. ഒന്ന് ഈ കുതിര എന്നുള്ളൊരു ഭയമുണ്ടല്ലോ, അതായത് കുതിരയുടെ പുറത്തിരിക്കുമ്പോഴൊരു ഭയം മാറൽ മാത്രമേ അന്ന് സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ പഴശ്ശിരാജയുടെ ഷൂട്ട് നടക്കുന്ന സമയത്തേക്കും എനിക്ക് ഡേറ്റ്സ് ഇല്ലാണ്ടായി. അന്ന് വേറെ ഏതൊരു പടം എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പോൾ ഈ ആദ്യം നടത്തി ഒരാളിങ്ങനെ കുതിരയുടെ വള്ളി പിടിച്ചുകൊണ്ട്, അപ്പോൾ വളരെ സുഖമാണ്, ഒന്നും ചെയ്യണ്ട. അപ്പം 2 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമിത് സാർ പറഞ്ഞു പൊങ്ങും താഴും ചെയ്യണം. അപ്പം നമ്മളത് ഈ മുട്ടിങ്ങനെ കുതിരയുടെ മുതുകിനിട്ടിങ്ങനെ ഞെക്കിയിട്ട് ഈ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ അതായത് മൊത്തം നമ്മുടെ വെയിറ്റ് ഇവിടെ മുട്ടിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ശീലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങുമ്പോൾ തന്നെ താഴും. പിന്നെ പതുക്കെ പതുക്കെ അത് ചെയ്തു വന്നു. പിന്നെയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്, എനിക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്തത് ട്രോട്ടാണ്. ഈ കുതിര ട്രോട്ട് ചെയ്യുക, അതായത് ജോഗിങ് പോലത്തെ ഒരു പരിപാടിയാണ്. ഇതിന്റെ റിതം പിടിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങും കറക്റ്റായിട്ട് നമ്മളും അങ്ങനെ പൊങ്ങി പൊങ്ങും താഴും ചെയ്യണം. അതാണ് ഈ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പൊങ്ങും താഴാൻ വേണ്ടി പറഞ്ഞത്, ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം അവരൊരു പ്രൊഫഷണൽ ടീം ആയതുകൊണ്ട് അവർ ബേസിക്സ് തൊട്ട് പഠിപ്പിച്ചു തുടങ്ങുവാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം നമുക്കും അറിയില്ല ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. ഒരു കാര്യം അറിയാം, നമുക്ക് സിനിമയ്ക്ക് വേണ്ട സാധനം. അപ്പോൾ സിനിമയിൽ മറ്റേ എൻ്റെ കഥാപാത്രം കുതിരയിൽ കുതിച്ചു വരുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനോർത്തി ഈ ട്രോട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം ഈ കുതിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ കുതിരയുടെ മേളിൽ കാണുമോ, ഞാൻ ചിലപ്പോൾ തെറിച്ചു പോകും. അപ്പം ഈ ഒരു
ഉൾഭയമുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് നമ്മുടെ സ്പോട്ട് എഡിറ്ററുണ്ട് നിതീഷ് KTR, അവനാണിപ്പോൾ നമ്മുടെ കാലൻ്റെ തങ്കക്കുടം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം നിതീഷിനെ ഞാൻ വിളിച്ചു അവിടെ നിന്ന്. ഞാൻ പറഞ്ഞു, എടാ ഇത് കുറച്ച് പ്രയാസമുള്ള പരിപാടിയാണ്, നമുക്ക് ഈ ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ VFX-ൽ? അപ്പോൾ അവൻ പറഞ്ഞ് VFX-ലുണ്ട് ചേട്ടാ പരിപാടി, ഞാനൊരു വീഡിയോ ഇപ്പോൾ അയച്ചു തരാം. അങ്ങനെ വീഡിയോ അയച്ചപ്പോഴത്തേക്കും മറ്റേ കങ്കണ റണൗട്ടൊക്കെ മറ്റൊരു പടം ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ അത് കങ്കണ റണൗട്ടൊക്കെ മറ്റേ ആർട്ടിഫിഷ്യൽ കുതിരയുടെ മേളിലിരുന്നിട്ട് ഇങ്ങനെ പോകുന്നതായിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവൻ അയച്ചതൊരു ഫോറിൻ ഹോളിവുഡിലെ ഏതൊരു ഷൂട്ടിംഗ് സാധനമാണ്. ഞാൻ പറഞ്ഞു ഇത് അടിപൊളിയാണ്, അപ്പോൾ ഇത് പിടിക്കാൻ വേണ്ടി പറയാം. അപ്പം ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുകയാണ്, ഇത് പിടിച്ചാൽ മതി. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ ഇദ്ദേഹമുണ്ട് വിനയ് ബാബു, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, വിനയ് വിളിച്ചിട്ട് പറഞ്ഞേ, ബ്രോ ഇത് കുറച്ച് ചടങ്ങാണ്, ഇത് മറ്റേ അരക്കിലവ് പറയണ പോലെ ഇത് എന്നെ കൊണ്ട് പറ്റുമോ തോന്നുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇത് ഞാൻ വിജയെ അറിയിച്ചു, മിഥുനെ അറിയിച്ചു. അപ്പം ഞാൻ വിചാരിച്ച ഞെട്ടലൊന്നും അവർക്കില്ലായിരുന്നു. അതായത് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഈ ഞെട്ടൽ അവർക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമായി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വൈഫും മോനും അവിടെ വന്നു. അപ്പോൾ ഇവർ നോക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ പൊങ്ങും താഴും ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഋതമല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ആ ഋതത്തിലല്ല. ചിലപ്പോൾ ഈ കുതിര പോകുന്ന സമയത്തായിരിക്കും ഞാൻ താഴുന്നത്, അപ്പോൾ അടിക്കും. അങ്ങനെ ലാസ്റ്റ് 7ാമത്തെ ദിവസം ഞാൻ അതാണ് അതെ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്. അങ്ങനെ ഞാനും വൈഫും മോനും കൂടെ തിരിച്ചു വന്നു. പിന്നെ ഇവിടെ നെട്ടൂര് എല്ലാവരും പ്രാക്ടീസിന് പോകുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞു. അങ്ങനെ നെട്ടൂർ പോയാലും ഈ ട്രോട്ടിങ് തന്നെയാണല്ലോ, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിന്നെ ഇവർ ഇത് അറേഞ്ച് ചെയ്തതാണല്ലോ, അപ്പോൾ അങ്ങനെ ഞാൻ 1-2 ദിവസം കണ്ട് ഞാൻ പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഋതം കിട്ടുന്നുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. ചില സമയത്ത് ഋതം കിട്ടുന്നുണ്ട്, പക്ഷേ മാക്സിമം സമയത്ത് കിട്ടുന്നില്ല. അങ്ങനെ മെയ് 15-ാം തീയതി ഷൂട്ട് തുടങ്ങുവാണ്. അപ്പം സണ്ണിയുടെയും വിജയബാബുവിൻ്റെ സീനാണ് എടുക്കുന്നത്. ഞാനന്ന് വൈകുന്നേരം എത്തി, എൻ്റെ 17-ാം തീയതിയാണ്, അപ്പം നാളെ ഒരു ദിവസമുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോണ കുതിരയായിട്ടൊന്ന് പരിചയപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം മുമ്പേ വന്നിരിക്കുന്നത്. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മുടെ കുതിരയുടെ മാസ്റ്ററുണ്ട്, അദ്ദേഹം ആദ്യം ഇങ്ങനെ പിടിച്ച് നടത്തി. അപ്പം ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഈ നടത്തൽ കുറേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ആ പ്രശ്നം എനിക്കില്ല, പിടിച്ച് നടത്തുന്നു. ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് എന്താ ആവശ്യം, അതൊന്നും നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ പുള്ളി വെച്ച് സ്പീഡിലോ. ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം നോക്കാം, ആ ഋതം കിട്ടുന്നുണ്ടെന്ന്. ട്രോട്ടിങ് വേണ്ടെന്ന് പറഞ്ഞു, ട്രോട്ടിങ് വലിയ പ്രയാസം. അപ്പോൾ പറഞ്ഞു ശരി. അങ്ങനെ ഇദ്ദേഹം ഞാൻ പറഞ്ഞ ആ ധൈര്യത്തിൽ പുള്ളി, ഞാനും ഭഗത്തും ഹരിയും ഉണ്ട്, ഞങ്ങളെ 3 പേരെ കൊണ്ട് സ്പീഡിൽ ഓടിപ്പിച്ചു. ഈ സ്പീഡിൽ ഓടുന്ന കുതിരയുടെ കറക്റ്റ് താളം പിടിക്കാൻ പറ്റും നമുക്ക്, അല്ലേ? അതായത് ട്രോട്ടിംഗ് ആണ് പ്രശ്നം, അതായത് പഠിക്കാത്ത ആൾക്കാർക്ക്. നമ്മളെ പോലുള്ള ആൾക്കാർ, പുതിയ ആൾക്കാർക്ക് സ്പീഡിലോടുമ്പോൾ കുഴപ്പമില്ല, കറക്റ്റ് താളമാണ്. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പഠിച്ചു. സിനിമയ്ക്ക് എന്താ വേണ്ടത് അത് പഠിച്ചു. വെറുതെ ബാംഗ്ലൂർ പോയി, നമുക്കൊന്നും അറിയില്ലല്ലോ. ഇതുപോലെ ഞാൻ വേറൊരു സിനിമയിൽ മറ്റേ കളരിപ്പയറ്റുണ്ടായിരുന്നു, കർമ്മയോഗി എന്ന് പറഞ്ഞ സിനിമയിൽ. അവിടെ ഇപ്പം കളരി പഠിക്കാൻ വേണ്ടി ഞാനിവിടെ എറണാകുളത്തൊരു സ്ഥലത്ത് പോയി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ കാഞ്ഞങ്ങാട് ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും VKPയുടെ വിചാരം ഞാൻ പഠിച്ചിട്ട്, VKPയുടെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ജോയിൻ ചെയ്തെന്ന്, ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത് എന്നുള്ളതായിരുന്നു പുള്ളിയുടെയൊക്കെ ധാരണ. അവിടെ ചെന്ന് ഇത് കമ്പോസ് ചെയ്യുന്ന ആൾ കാഞ്ഞങ്ങാടുകാരൻ, ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം വന്നിട്ട് എന്നെ ഇന്ദ്രിയത്തിനെ, അപ്പം ഞങ്ങളുടെയാണ് ക്ലൈമാക്സ് ഫൈറ്റ്, വാൾപേറ്റ്. അപ്പം പുള്ളി എന്താണ് അവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ആ സാധനം പഠിപ്പിച്ചു. ഞങ്ങൾ 5 ദിവസമാണ് ട്രെയിൻ ചെയ്തത്. പക്ഷേ മിക്കവാറൊക്കെ 1 ടേക്ക് ഓക്കെ ആയിരുന്നു. വെച്ചാൽ നമുക്ക് വേണ്ട സാധനം ബേസിക്സ് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ. അതേപോലെ ഇവിടെയും സംഭവിച്ചു. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പിന്നെ എക്സ്പീരിയൻസ് അത്ര ഇല്ലാത്തത് കൊണ്ട് ഡെഫിനറ്റ്ലി ഇപ്പം കുതിര പറയുന്ന സ്പോട്ടിൽ ഒന്നും നിൽക്കില്ല. അപ്പം പല പ്രാവശ്യം പല റിഹേഴ്സൽസ് പോകണം. ഏറ്റവും കൂടുതൽ പ്രശ്നം ഭഗത്തിനും ഹരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ കുതിര സെൻറ്ററിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കാട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്, വളരെ നാരോ റോഡ്സ് ആണ്, അവിടെ കൂടെയാണ് ഓടിക്കേണ്ടത്. ഞാൻ നടുക്ക് സേഫാണ് ആക്ച്വലി, പക്ഷെ ഇവര് അപ്പുറം ഇപ്പുറമാണ്. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ മരത്തിന്റെ മറ്റേ ബ്രാഞ്ചൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്, ഇതൊക്കെ ഇവര് ശ്രദ്ധിക്കണം. അയ്യോ രക്ഷയില്ലായിരുന്നു. പിന്നെ അങ്ങ് പോട്ടെ എഗ്ഗിൽ ശരിയാക്കാത്തതാണ്. അത്രേ ഉള്ളൂ. കേറിയാലും വലിയ കുതിര ഇങ്ങനെ നോക്കിയിട്ടുണ്ട് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ നമ്മള് കേറിയിരിക്കുമ്പോണ്ടല്ലോ ചിലത് റിവേഴ്സ് ഗിയറിലാണ് പോണെ. പിന്നെ ഇവര് അതിനെ ഉപദ്രവിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് സമയത്ത് സ്പീഡിൽ പോകാനായിട്ട് ഇവര് തല്ലുക ചെയ്യും. ആ സമയത്ത് ഇതിന്റെ റിലേ പോയിട്ട് ഒരു പോക്കങ്ങ് ഉണ്ടായിരുന്നു, പക്ഷെ കുറവായിരുന്നു.
ഞാൻ ചുമ്മാ കയറി ഇരുന്ന് പോയി കറങ്ങി വന്ന് പക്ഷെ നമ്മളും പഠിച്ചു, നമ്മളെല്ലാരും ട്രെയിനിങ്ങിന് പോയി. ഇവിടെ നെട്ടൂരി പറഞ്ഞ പോലെ നമ്മളെല്ലാരും പോയി ട്രെയിനിങ് എടുത്തായിരുന്നു. ചേട്ടൻ എങ്ങനെയുണ്ട്? ചേട്ടനായിട്ട് ജയനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. ആ ആ പുള്ളി ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഹി വാസ് വെരി ഗുഡ് ഇൻ ദാറ്റ്. നിങ്ങൾ ചോക്ലേറ്റ് ടൈമിലൊക്കെ കമ്പനി ഉണ്ട് ശരിക്കും? ചോക്ലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ ജയന്റെ വണ്ടിയിൽ, ഞങ്ങൾ രണ്ടിനും പനമ്പള്ളിനാറിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ജയനും പനമ്പള്ളിനാറിലായിരുന്നു. അപ്പം ജയന്റെ വണ്ടിയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഔട്ട്സൈഡ് ഷൂട്ടിംഗ് അങ്ങനെ നമ്മൾ കാണാറോ അങ്ങനെയൊന്നുമില്ല. അതെ, അതിപ്പം ഇപ്പോഴായാലും നമ്മൾ പുറത്ത് അങ്ങനെ കാണാറില്ല. നമ്മൾ ലൊക്കേഷനെ വെച്ച് കാണും. പിന്നെ നമ്മൾ ആസ് എ ടീം എല്ലാ ആടിലും ജയൻ നമുക്ക് ഒരു പാർട്ടി തരും. ഞങ്ങളെ പാർട്ടി തന്നു. അപ്പൊ അങ്ങനെയൊക്കെ വളരെ നല്ല ഹൃദയമുള്ള ഒരാളാണ്. പാർട്ടി പെട്ടെന്ന് ആൻസർ വേണം. ഇറ്റ്സ് ലൈക്ക് ഗോട്ട് ഫെയർ റൗണ്ട്. ഓക്കെ. ആട് എന്ന ജീവിയിൽ നിങ്ങൾ നിരീക്ഷിച്ച 3 കാര്യങ്ങൾ എന്താ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് റാപ്പിഡ് ഫയറിലേക്ക് വെച്ചാൽ 3 കാര്യങ്ങൾ. ആടിന്റെ വലിപ്പം. അതെ, ശരിയാ. ആടെ നമുക്ക് സിനിമയുടെ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, വിജയബാബുവിന്റെ ഭാഷയിൽ ഹി കോൾസ് ഇറ്റ് മാഗ്നിറ്റ്യൂഡ്. വലിയ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു സിനിമ. പിന്നെ നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഈ പീരിയഡ് മൂവിയുടെ ഭാഗമാകും. എല്ലാവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതെ, പീരിയഡ് മൂവി അല്ല, ഐ മീൻ പീരിയഡ് പോർഷൻസ് അതിന്റെ ഭാഗമാകുന്നു. പിന്നെ ഒരു ഈ മാഗ്നിറ്റ്യൂഡ് തന്നെ ഒരു ഭയങ്കര വലിപ്പമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ആക്ടേഴ്സ്, ഇപ്പം സോ കോൾഡ് ജൂനിയർ ആക്ടേഴ്സ്, ഇവരൊക്കെ എനിക്കൊന്ന് 500ഉം 1000 ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മഴ ഭയങ്കരമായിട്ട്, ഈ മഴ വരുമ്പോഴായിരുന്നു ഏറ്റവും പ്രശ്നം. ഇത്രയും പേർക്ക് ഷെൽട്ടർ കിട്ടാണ്ടൊക്കെ വരിക. കുതിര, പിന്നെ കാള, കോഴി, ആട്, അതെ, അങ്ങനെയുള്ള കുറെ മനുഷ്യന്മാര്. നിങ്ങൾ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഗോട്ട് മനുഷ്യൻ ആരാണ്? ഐ മീൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മനുഷ്യൻ? നിതിൻ മാനുവൽ. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് മനുഷ്യൻ, ഒരു കിടിലം മനുഷ്യൻ. അവന്റെ POV പറഞ്ഞു. എന്റെ POV നിതിൻ മാനുവൽ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രതീഷ് എന്ന് പറഞ്ഞ അവൻ എന്നെ സംബന്ധിച്ച് അവൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് ആണ്. അവൻ അത്ര സ്നേഹമാണ്. ഒരുപക്ഷെ ഞാൻ അവനെ അത്ര സ്നേഹിക്കുന്നില്ല, അതിനേക്കാളും കൂടുതൽ സ്നേഹം ആണ് അവൻ എന്നോട്. എൻ്റെ സിനിമകൾ ഹിറ്റാകുമ്പോഴത്തേക്കും എൻ്റെ അത്രയും തന്നെ സന്തോഷിക്കുന്ന ഒരാൾ. ഈ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മളെ കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാണും. പക്ഷെ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ കൂടെ സന്തോഷിക്കാൻ പറ്റുന്നത് അത് അത്രയും ബ്രേവ് ഹാർട്ടായിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. സോ ദിസ് ബ്രേവ് ഹാർട്ട്സ് ആർ കോൾഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് അക്കോർഡിംഗ് ടു മീ. സോ ഹി ഈസ് വൺ അമംഗ് ദാറ്റ്. വൺ അമംഗ് അല്ല, ഹി ഈസ് ദ ഓൺലി വൺ ഇൻ മൈ ലൈഫ് ഹു ഈസ് ഗോട്ട്. രതീഷ് നായർ. സിനിമയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ളത് കമലഹാസൻ സാർ. പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കുറെ പേരുണ്ട്. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു ഗോട്ട് ഉപദേശം എന്താണ്? ഇല്ല, അങ്ങനെ ഒരു ഗോട്ട് ഉപദേശം എന്ന് പറയുമ്പോൾ ഒരുപാട് കിട്ടാറുണ്ട്. എന്നാൽ പോലെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് ചേരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഈ പാർട്ടിയുടെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ ഞാനത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത്. അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ വന്നു, ഇവനെന്തിനകത്ത് ഇവനെന്ത് ചെയ്ത്. അപ്പം ഞാൻ കാരണം ഈ സിനിമയ്ക്ക് ഒരു ബാഡുണ്ടായി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് വിഷമമായിരുന്നു. അപ്പൊ ഞാൻ മിഥുൻ ചേട്ടന് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചത്, ചേട്ടൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും, ഇതുണ്ടാവും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് അയച്ച റിപ്ലൈ എന്ന് പറയാം, ഒന്ന് പോയടാ. ഇതാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ആ ഒന്ന് പോയടാ എന്ന് പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ അതാണ് എനിക്ക് കിട്ടിയ ഒരു ഉപദേശവും ഒരു കരുതലും ഒരു താങ്ങും എല്ലാം അതിനകത്തുണ്ടായിരുന്നു. അതായത് നേരത്തെ നിങ്ങൾ ആരാണ് ഒരു ഗോട്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ പുള്ളിയാ. അങ്ങനെ ഗോട്ട് ഉപദേശം എന്നെ പറ, ഇവനെ നന്നാക്കണോന്ന് പറയുന്നതാണ് എനിക്ക് കിട്ടുന്ന ഉപദേശം. അല്ല, അങ്ങനെയല്ല. ഈ പറയുന്ന പോലെ ഇപ്പം ഫുക്രുവിന് നമ്മുടെ കൂടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീമിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിങ്ക് ആവാനായിട്ട് ആദ്യത്തെ ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നം. മിഥുൻ ചേട്ടൻ എന്നെ പുറകെ നടന്ന് ഉപദേശിച്ചോണ്ടിരുന്നേടാ, നീ അവന്റെ ഇതിലേക്ക് അവനെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ട്രാക്കിലേക്ക് പിടിച്ചിട് എന്നുകൊണ്ട് അങ്ങനെ ഡെയിലി കടന്ന് ഉപദേശിക്കുമായിരുന്നു തന്നെ. അല്ലാണ്ട് എനിക്ക് ഈ സെറ്റിൽ നിന്ന് അങ്ങനെ വലിയ ഉപദേശങ്ങൾ കിട്ടിയിട്ടില്ല. എൻ്റെ കരിയർ വൈസ് ഇപ്പം ഹരിഹരൻ സാർ തന്നൊരു ഗോട്ട്
അഡ്വൈസ് ആയിരുന്നു. അതായത് ഫ്രെയിം മനസ്സിലാക്കി അഭിനയിക്കുക. വൈഡ് ഷോട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് അഭിനയിക്കണം. വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു ഷോട്ടാണ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് അഭിനയിച്ചാൽ മതി. നമ്മൾ ഒരുപാട് ചെയ്യണ്ട. നമ്മൾ ഇപ്പം ഇത് പറയുമ്പോൾ ഇപ്പം പല ആൾക്കാർക്കും അറിയാം സിനിമയുടെ ഫ്രെയിംസിനെ പറ്റിയൊക്കെ. ഞാൻ വന്ന സമയം 2004 അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ സമയത്ത് കിട്ടിയ അഡ്വൈസ് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഡയലോഗ് കറക്റ്റായിട്ട് പറയുക. ഇതിൽ ഇവിടെ അന്ന് ഫിലിമാണല്ലോ, ഫിലിം ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സൗണ്ടും ഉണ്ട്. അപ്പം എങ്ങനെയെങ്കിലും ഡയലോഗ് പറയുക എന്നുള്ളതായിരുന്നു ഒരു നല്ല ആക്ടർ എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് പിന്നെ മനസ്സിലാക്കി. ഹരിയൻ സാർ അന്ന് 2-3 വർഷം മുമ്പേ തന്ന അഡ്വൈസ് പിന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് വിജയബാബു എന്നൊരു അഡ്വൈസ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസ് എപ്പോൾ ആണെങ്കിൽ ചെയ്യാം, പക്ഷേ നമ്മുടെ ആദ്യത്തെ പടം ഹിറ്റ് ആയിരിക്കണം. ഹിറ്റ് അല്ലെങ്കിൽ ആരും വകവയ്ക്കില്ല. അപ്പോൾ അതൊരു നല്ല അഡ്വൈസ് ആയിരുന്നു. ഞാൻ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തു. എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് വളരെ വിശ്വാസമുള്ളൊരു പ്രൊഡ്യൂസർ തോമസ് തിരുവല്ല, പുള്ളി ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഞാൻ പാർട്ട്ണർ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ പടം സംഭവിക്കുന്നു. പടം ഓടിയില്ല, തകർന്നു ഞാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിജയുടെ വാക്കിലാണ് ഓർക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം എനിക്ക് പ്രൊഡക്ഷനുള്ളൊരു സ്കോപ്പ് ഇല്ല. പക്ഷെ ആട് 1 കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഭരതനാട്യം OTT വന്നപ്പോഴത്തേക്കും ഇതൊരു സോ കോൾഡ് ബ്ലോക്ക് ബസ്റ്റർ, OTT ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാവുന്ന രീതിയിൽ അതെ. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും എനിക്കൊരു പ്രൊഡ്യൂസർ ആകാൻ പറ്റി. സോ അത് വിജയുടെ ഒരു അഡ്വൈസ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഒരു പക്ഷേ വിജയ് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ ഒരു പടമല്ലേ ഞാൻ അല്ലെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ ഇരിക്കുന്നുള്ളൂ. എനിക്ക് മോഹം ഒരു പടം മാത്രമായിരുന്നു, ഒരു പടം നിർമ്മിക്കുക, അത് മാത്രമായിരുന്നു. അതും സിനിമ വന്നതിന് ശേഷമാണ് എനിക്ക് ആഗ്രഹം വന്നത്. അപ്പോൾ അത് ഞാൻ ഏതെങ്കിലും ഒരു പടം ചെയ്തേനെ. പക്ഷേ ഇപ്പം ഭരതനാട്യത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും വൺ ഓഫ് ദ പ്രൊഡ്യൂസറിൽ ഞാനും ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സാധനം എന്ന് പറയുന്നത് ജയേട്ടൻ, നിന്റെ ശരീരമാണ് നിന്റെ ടൂൾ. അപ്പം അത് നീ ഏറ്റവും ഭംഗിയാക്കി വയ്ക്കുക, ഏറ്റവും നന്നായിട്ടത് സൂക്ഷിക്കുക. അതാണ്. ഓക്കെ, ആട് സിനിമയ്ക്ക് വേണ്ടി പഠിച്ചൊരു സ്പെഷ്യൽ കാര്യം ഉണ്ടായിരുന്നു, അത് കുതിര. ഡെഫിനറ്റ്ലി കുതിര റൈഡാണ്. അപ്പോൾ ആട് സിനിമയുടെ സെറ്റിൽ നിന്നും നിങ്ങൾ എടുത്തുകൊണ്ട് പോയ അല്ലെങ്കിൽ നിങ്ങൾ മോഷ്ടിച്ചിട്ടുള്ള എന്തെങ്കിലും സാധനം പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ടോ? ആ മാല ആക്ച്വലി അതൊരു പണി കിട്ടിയെന്നേ. അതായത് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് പഴയ കാലഘട്ടം നമ്മൾ പാലക്കാട് ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൊടുപുഴ ഈരാറ്റുപേട്ടയിൽ പോയിട്ട് പ്രസന്റ് കാലഘട്ടം ഷൂട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ സെക്കൻഡ് ആഡിൽ യൂസ് ചെയ്ത മാല അത് ഞാൻ ഭദ്രമായിട്ട് എൻ്റെ ഓഫീസിൽ അവിടെ ഞാൻ കെട്ടിത്തൂക്കി വെച്ചു. അപ്പോൾ ഇത് മഴ പെയ്ത് ഷെഡ്യൂളാവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് എന്തായാലും പാലക്കാട് നിന്ന് ഇവർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴല്ലേ പ്രസന്റ് കാലഘട്ടം എടുക്കുകയുള്ളൂ. അപ്പോൾ അത് പാലക്കാട്ടിൽ നിന്ന് ഞാൻ ഈരാറ്റുപേട്ട പോണ വഴി ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഈ മാല എടുത്തുകൊണ്ട് പോകുന്നുള്ളതായിരുന്നു എൻ്റെ കാൽക്കുലേഷൻ. പക്ഷെ പെട്ടെന്നാണ് ഇവർ പറയുന്നത്, അപ്പോൾ എൻ്റെ പാസ്റ്റ് ടൈം ലൈൻ കഴിഞ്ഞപ്പം ഇവർ പറയുന്നത് അപ്പം മറ്റന്നാൾ നമ്മൾ പ്രസന്റ് തുടങ്ങാൻ പോവാണ്, അറക്കൽ അബുവിൻ്റെ ഇൻട്രോ. അപ്പോഴാണ് മാല ഇവിടെ ആയിപ്പോയി. പിന്നെ മാല എടുക്കാനായിട്ട് ഇവിടെ വരെയും വരല് വെച്ചാൽ ഒന്നാമത് ഇവിടുത്തെ റോഡിന്റെ കണ്ടീഷൻ ഹൈവേയിലൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ വന്നില്ല. പിന്നെ പുതിയ മാല തന്നെ യൂസ് ചെയ്തു. അതെ, അതിപ്പോഴും ഓഫീസിലുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ പുതിയ മാല അതും ഞാൻ എടുത്തു. അതിപ്പം എൻ്റെ ഓഫീസിലുണ്ട്. 2 മാലയായി. അതെ. ഇല്ല, ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഫിജിറ്റ് സ്പിന്നർ അല്ല, ഞാൻ 2 ഉപയോഗിച്ച എൻ്റെ ഒരു കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞ ബെൽ ബോട്ടം പാന്റ് ഷർട്ട് നമ്മുടെ ജേഴ്സി എടുത്ത് വെച്ചോണ്ട് ഓക്കെ. ആട് സെറ്റിലെ ഗോട്ട് ഫുഡി ആരാണ്? ഗോട്ട് ഫുഡി പാലക്കാടുള്ള അതുപോലെ എല്ലായിടത്തും വിളിച്ചോണ്ട് പോകും നമ്മളെ. പുള്ളി അതെ, ധർമ്മേട്ടനും അതെ. ഞാൻ ഫുഡിയാണ്.
പക്ഷെ ഞാൻ അതൊന്ന് കൺട്രോളിലാണ്. സൗന്ദര്യം കൂടെ നോക്കുന്ന ആളാണ്. സൗന്ദര്യം എന്ന് വെച്ചാൽ സ്കിൻ കെയർ ഒക്കെ ഉണ്ടോ? സ്കിൻ കെയർ ഒക്കെ ഉണ്ടോ? സ്കിൻ കെയർ ഒക്കെ പിന്നെ ചേട്ടൻ ഇതെന്താ സൈജു ഇങ്ങനെ ചോന്നിരിക്കണം. അപ്പൊ ഞാൻ പറയും വിസ്കിയുടെ കൂടെ. ഓക്കെ, ആട് സെറ്റിലെ മിസ്റ്റർ കൗണ്ടർമാൻ ആരാണ്? മിസ്റ്റർ കൗണ്ടർമാൻ ജയൻ ഓഫ് കോഴ്സ്. സ്പോട്ടിൽ ജയന്റെ ഒക്കെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല, ബിക്കോസ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് എപ്പോഴും എന്താണ് നാവില് ദൈവമാണെന്ന് പറയാം. എന്നുവെച്ചാൽ പുള്ളിക്ക് അത്രയും ഹ്യൂമർ സെൻസും ഭയങ്കരമായിട്ട് നമ്മൾ ചിരിച്ചു. അതായത് ഞാൻ പറയണ ഈ സീനിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം പറയുമ്പോഴും പുള്ളിയുടെ എന്തെങ്കിലും പറയുന്നത് ഭയങ്കര നിങ്ങൾ ജീവിതത്തിൽ ഗോട്ട് ഡാൻസർ ആണ് അല്ലെങ്കിൽ ഗോട്ട് ഫൈറ്റർ ആണ്, ഏതാണ്? ഒരു പരിധി വരെ ഫൈറ്റ് ആയിരിക്കാം. ചില ഡാൻസ് ചില സ്റ്റെപ്സ് ഒക്കെ പറ്റുള്ളൂ. ഫൈറ്റ് എല്ലാം പറ്റുമെന്നല്ല, പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ ഇത് പറ്റും ഫൈറ്റില്. വേണ്ടി വന്നു രണ്ടും രണ്ടും കുറച്ച് ഫുക്രു ഡാൻസിന് ഭയങ്കര ഫാൻസ് ഉണ്ടായിരുന്നു. അതെ അതെ, മറ്റാരും കളിക്കാത്ത ഡാൻസ് ഞാൻ കളിക്കുന്നുണ്ട്. ഷാജിപ്പാപ്പന്റെ വണ്ടി ഓടിക്കാൻ ശരിക്കും ഇതിലാരാണ് ഗോഡ് ഡ്രൈവർ? അത് അത് ഭയങ്കര പ്രയാസം ഓടിക്കാൻ. പെട്ടെന്നൊരാവശ്യം വന്ന ഭാഗത്തേനെ വിളിക്കുന്നത്. ചേട്ടൻ ഭയങ്കര സ്കില്ലായിട്ടൊക്കെ പാലത്തിൽ വെച്ച് നമ്മുടെ കിളിയെല്ലാം പാറിപ്പോയി. പൈനാപ്പിൾ തോട്ടത്തിലേക്ക് ഇട്ട് നമ്മളെ പേടിപ്പിച്ചു. അല്ല, ജയനെ ആക്ച്വലി സമ്മതിക്കണം. വെച്ചാല് ജയന് ഡയലോഗ്സും ഉണ്ട്, അതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കി ഇവരുടെയൊക്കെ ഇത് ഓടിക്കല് ചില്ലറ പണിയല്ല. എന്നുവെച്ചാൽ ഇത് ജാമുവിന്റെ കാലത്ത് ആണ് ഇവർ കണ്ടുപിടിച്ചോണ്ട് വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ യൂസ് ചെയ്ത മെറ്റഡോർ അല്ല സെക്കൻഡ് പാർട്ടിൽ, കളർ ഒന്നേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിൽ യൂസ് ചെയ്തല്ല തേർഡില്. പക്ഷെ ഇവര് കറക്റ്റ് ആയിട്ട് എന്നാ പിന്നെ ഒരു കുറച്ചെങ്കിലും ഒരു പുതിയ 2 വർഷം 5 വർഷം. അല്ല, കുറെ പേര് പറഞ്ഞേ ആ വണ്ടി ലെജൻഡറി ആക്കി വെച്ചിട്ട് എന്തായാലും കുറെ ഡോളറൊക്കെ കിട്ടിയതാണല്ലോ, ബിസിനസ് ഒന്ന് ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. അല്ല, അത് മനസ്സിലാവും ഈ സിനിമയില് എന്താ സംഭവിക്കുന്നതെന്ന്. ഡോളർ കിട്ടിയതാണല്ലോ. അത് നമ്മള് ഇപ്പം സ്പീഡിലൊക്കെ ഞങ്ങള് കയറുന്നുണ്ട് വണ്ടിയില്. അതിപ്പോ സെക്കൻഡ് പാർട്ടിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡില്. അപ്പൊ ഇതിന്റെ കറക്റ്റായിട്ട് ആദ്യമേ നോട്ട് ചെയ്ത് വെക്കണത് എവിടെ പിടിച്ചാലാണ് കൈ മുറിയാത്തതെന്ന്. അതില് ഒരുപാട് സ്ഥലത്ത് പ്രശ്നമാണ്, കൂർത്ത് നിൽപ്പുണ്ടായിരിക്കും, മറ്റേ തുരുമ്പൊക്കെ പിടിച്ചിട്ട് എന്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് കറക്റ്റായിട്ടത് കണ്ടുപിടിച്ച് വെക്കണം. അപ്പൊ അവിടെ തന്നെ പിടിച്ച് വേണം കയറാൻ, അല്ലെങ്കിൽ പണിയാ. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ റിഗ്രറ്റ് അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിഗ്രറ്റ് അടിച്ചിട്ടുള്ള ഒരു ഗോട്ട് വേഷം വേറൊരാൾ ചെയ്ത് ഹിറ്റായ വേഷം ഉണ്ടോ? നമുക്ക് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പറ്റാതെ അങ്ങനെയുണ്ട്. ഏതാ പറയാൻ പറ്റുന്നത്? ലീഫ് വാസു എന്ന് പറഞ്ഞ സപ്തമശ്രീ തസ്കരായല് എനിക്ക് ഡേറ്റിന്റെ ഇഷ്യൂസ് വന്നു. ലീഫ് വാസു ശരിക്കും എന്നെയായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, സിനിമ കാണുന്നതിന് മുമ്പ് എനിക്ക് ആ ക്യാരക്ടർ നല്ലപോലെ അറിയായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു അത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. ഉണ്ടോ? കുറെ ഉണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സാധനങ്ങളുണ്ടല്ലോ, നമുക്ക് വന്നിട്ട് വേറൊരാളിലേക്ക് പോയ സാധനമില്ല. സിനിമ മുമ്പ് വന്ന് ചെയ്യാൻ പറ്റായിരുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പറയാം. സമയം വേണോ ഈ ചോദ്യത്തിന് പറയാൻ? പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരവില്ല ഇവിടെ. പക്ഷെ എന്നാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മാർച്ച് 19-ാം തീയതി പല ഉത്തരങ്ങളും പറയുന്നതാണ്. അതെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ശരിക്കും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ആട് 2ന്റെ റിലീസിന് എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ തോന്നായിരിക്കും. എന്തായാലും നമുക്കറിയാം പടം നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇതിന് അത്യാവശ്യം ആൾക്കാർ വെയിറ്റിംഗ് ആണ്, ഇതെല്ലാം നമുക്കറിയാം. അപ്പൊ ഏറ്റവും കുറവ് ടെൻഷൻ ആയിരിക്കണം ആട് 3ക്ക് വേണ്ടത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ ടെൻഷൻ എന്തായാലും ഉണ്ടാവും റിലീസിന്റെ ഫസ്റ്റ് ഡേ വരെ. ഫസ്റ്റ് ഡേ ആദ്യത്തെ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട്സ് എന്താണ്, അതും നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാർ പറയണം. പരിചയമുള്ള ആൾക്കാർ നമുക്ക് അവർ കറക്റ്റ് ആയിരിക്കും പറയുന്നത്, പക്ഷെ എന്നാലും നമ്മൾ അവരെ ഒന്ന് പുറകോട്ടാവും വിശ്വസിക്കാൻ. ആ ടെൻഷൻ എന്തായാലും ഉണ്ടാവും. അത് ഇപ്പം 150+ സിനിമകളായി. എൻ്റെ കാര്യം പറയുക കേട്ടോ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാവരും മനുഷ്യരല്ലേ. ഇനിയും വരുന്ന പടങ്ങൾ ഇപ്പം അതിനകത്ത് ഞാൻ ചിലപ്പോൾ ഒരു സീനിലായിരിക്കും അഭിനയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് അഭിനയിക്കുന്ന സിനിമയായിരിക്കും. എനിക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ട്. മോഹിനിയാട്ടം ഏപ്രിൽ 10-ന്. അതെ. അപ്പം മിഥുൻ മേനോൻ തോമസിനെ നമ്മൾ ഗുരുനാഥനായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ ഇത് ചെയ്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഓടാത്ത പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരുവാണ്. എന്ത് സംഭവിക്കുമെന്നറിയില്ല, പക്ഷേ
പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. ആട് പോലെ തന്നെ എനിക്ക് അത്രയും കോൺഫിഡൻസ് മോഹിനിയാട്ടത്തിലുണ്ട്. എന്തായാലും ബാക്കിയെല്ലാം ദൈവത്തിന്റെ. സൈചേട്ടന് വേറെ പേരുകൾ നിങ്ങൾക്ക് അറിയാം. സൈചേട്ടൻ ക്ലാഷ് സ്റ്റാർ എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. സൈചേട്ടൻ എല്ലാ പടത്തിലും സൈചേട്ടൻ ക്ലാഷ് വെക്കാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ആടാണ്. അപ്പൊ ആടല്ല, ആട് മാർച്ച് 19 ഞങ്ങൾ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോഴും എല്ലാവിധ ആശംസകളും നേരുന്നു. ആട് 3 ഞാൻ നേരത്തെ പറഞ്ഞ മലയാള സിനിമയുടെ ഒരു ചരിത്രമാണ് ഈ സിനിമയും ഇതിലെ ക്യാരക്ടേഴ്സും. അപ്പോൾ ആ വിജയഗാഥ തുടരാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. വലിയ വിജയമാകട്ടെ. താങ്ക് യു.